Good morning students. Welcome back to my video class. Then next topic is cylinder. You know cylinder അതായത് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവും. കർവ്ഡ് സർഫസ് ഏരിയയും ടു പ്ലെയിൻ സർഫസ് ഏരിയയും കൂടെ ജോയിൻ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു എന്തുണ്ടാവും, ഒരു റെക്റ്റാങ്കിൾ ഷീറ്റ് പോലെ വരും. ഇതെന്തായിരിക്കും? റെക്റ്റാങ്കിൾ ഷീറ്റ് ആയിരിക്കും. മുകളിലും താഴെയും അതിൻ്റെ എന്തുണ്ടായിരിക്കും, ഒരു ബേസ് ഉണ്ടാവും. ആ ബേസ് എന്ത് ഷേപ്പായിരിക്കും? ഒരു സർക്കിൾ ഷേപ്പായിരിക്കും ഉണ്ടാവും. ഇത് ആണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തായി മാറും? സിലിണ്ടറായി മാറും. ഒരു റെക്റ്റാങ്കിൾ ഷീറ്റും രണ്ട് സർക്കിളും കൂടെ കട്ട് ചെയ്ത്, ഇതാണ് ഇതിൻ്റെ നെറ്റ് ഫോം. ഒരു സിലിണ്ടറിനെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടാവും. രണ്ട് എൻഡിലുള്ള ബേസിലുള്ള രണ്ട് സർക്കിൾ ഷേപ്പും കൂടി ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? സിലിണ്ടർ കിട്ടും. അപ്പം ഈ സിലിണ്ടർ നിങ്ങൾക്കറിയാം, ഇതൊരു സ്പിയറാണ്, സർക്കിളാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പൈ ആർ സ്ക്വയർ. അങ്ങനെ രണ്ട് ഫേസ് ഉള്ളത് കൊണ്ട് ഇതും എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ. ഇനി നമുക്കറിയാം ബേസ് ഏരിയ എന്താന്ന് കിട്ടി. ബേസ് ഏരിയ എന്തായിരിക്കും? സിലിണ്ടറിന്റെ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണ് ബേസ് പെരിമീറ്റർ എന്തായിരിക്കും? ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2πr ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്താണോ അത് തന്നെയായിരിക്കും ഏതിൻ്റെ? സിലിണ്ടറിന്റെ ബേസ് പെരിമീറ്റർ. അപ്പോൾ ബേസ് ഏരിയയും ബേസ് പെരിമീറ്ററും നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ എത്ര ബേസ് ഏരിയ ഉണ്ടാവും? 2 ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ഉണ്ടാവും. നമുക്കറിയാം ബേസ് ഏരിയയുടെ ഇക്വേഷൻ എന്തായിരിക്കും? 2 ഇൻറ്റു ബേസ് ഏരിയ ഏത് ഷേപ്പാണോ, ഇവിടെ ഏത് ഷേപ്പാണ്? സർക്കിൾ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ ആ ഷേപ്പിന്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. പെരിമീറ്റർ നിങ്ങൾക്കറിയാം 2πr ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h-ഉമാണ്. അപ്പോൾ സിലിണ്ടറിന്റെ ബേസ് ഏരിയ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ പെരിമീറ്ററിന് ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിൽ രണ്ടിലും നമുക്ക് 2πr പുറമേക്ക് എടുക്കാം. ബാക്കി ഇവിടെ എന്തുണ്ടാവും? r ഉണ്ടാവും. ഇവിടെ 2πr പുറമേക്ക് എടുത്ത h-ഉമാണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ബൈ ഹാർട്ട് ആക്കി പഠിക്കുന്നവരാണെങ്കിൽ ഈ ഇക്വേഷൻ പഠിക്കാം. എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ഇക്വേഷൻ? 2πr ഇൻറ്റു r പ്ലസ് h ആണ്. ഇനി വോളിയം ആണ് കാണുന്നത് വെച്ചാൽ വോളിയം ആണെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്കറിയാം ബേസ് ഏരിയ സർക്കിൾ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. അങ്ങനെ വോളിയം കാണാനുള്ള ഇക്വേഷനും പഠിച്ചു വെക്കുക. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഇത് പഠിക്കുക, അല്ലെങ്കിൽ ബേസ് ഏരിയ സർക്കിൾ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ h ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഒരു സിലിണ്ടറിന്റെ ബേസ് സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് സർക്കിളിന്റെ ഏരിയ പഠിക്കുക. അതിന്റെ പെരിമീറ്റർ എന്താണ്? 2πr ആണ്. ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടാൽ മതി. 2 ബേസ് ഏരിയ, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ലാറ്ററൽ സർഫസ് ഏരിയ മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് CSA, കർവ്ഡ് സർഫസ് ഏരിയ. LSA എന്ന് ചോദിച്ചാലും സിലിണ്ടറിന്റെ കേസിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ സിലിണ്ടറിന്റെ ബേസ് പെരിമീറ്റർ എന്താണ്? 2πr ഇൻറ്റു ഹൈറ്റ്. ഇതാണ് CSA ചോദിച്ചാലുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിക്കാം. സിലിണ്ടറിന്റെ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. പെരിമീറ്റർ എന്താ വരിക? 2πr. LSA ആണ് കാണുന്നത് വെച്ചാൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആയതുകൊണ്ട് 2πrh. CSA അല്ലെങ്കിൽ LSA കാണാൻ 2πrh. ടോട്ടൽ സർഫസ് ഏരിയ ബൈ ഹാർട്ട് ആക്കി പഠിക്കുന്നവർക്ക് 2πr ഇൻറ്റു r പ്ലസ് h, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുക 2 ബേസ് ഏരിയ പ്ലസ് LSA.
ബേസ് ഏരിയൻ്റെ ഇക്വേഷൻ കൊടുക്കുക, LSR പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. വോളിയം കാണാനാണ് ജനറൽ ഇക്വേഷൻ പഠിക്കണം. എന്തായാലും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് വോളിയം. ബേസ് ഏരിയ എന്താ πr² ഇൻറ്റു ഹൈറ്റ്. അങ്ങനെ അത് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇനി പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് ബേസ് റേഡിയസ് ഓഫ് ആൻ അയൺ സിലിണ്ടർ. Base radius of a iron cylinder is 15 centimeter and height 32 centimeter. അപ്പോൾ ബേസ് റേഡിയസ് എത്രയാണ്? 15ഉം ഹൈറ്റ് എത്രയാണ്? 32 സെൻറ്റിമീറ്ററുമാണ്. ഇപ്പോൾ ഒരു സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ റേഡിയസ് എത്ര വന്നിട്ടുണ്ട്? 15. ഹൈറ്റ് എത്ര വന്നിട്ടുണ്ട്? 32 സെൻറ്റിമീറ്ററുമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ക്വസ്റ്റ്യനിൽ തന്നു. ഇനി നിങ്ങൾക്ക് ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ സിലിണ്ടർ ഓഫ് ബേസ് റേഡിയസ് 20 സെൻറ്റിമീറ്റർ. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബേസ് റേഡിയസ് കുറച്ച് കൂട്ടിയാൽ അപ്പോൾ എന്ത് കുറയും? ഹൈറ്റ് കുറയും. റേഡിയസ് എത്രയാക്കി എടുത്തു? 20 സെൻറ്റിമീറ്റർ ആക്കി എടുത്തു. ബേസ് റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആയി. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ? എന്തായാലും സിലിണ്ടറിൻ്റെ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കറിയാം മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് ഒന്ന് ഉരുക്കി വേറൊരു സിലിണ്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും വോളിയം എന്തായിരിക്കും? സെയിം ആവും. മെൽറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വോളിയമാണ് എടുക്കേണ്ടത്. അപ്പോൾ വോളിയം എടുക്കുമ്പോൾ ഫസ്റ്റത്തേന് R1 എടുക്കാം, H1 എടുക്കാം, സെക്കൻഡിന് R2 എടുക്കാം. R2 20 ആണ്, H2 ആണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നത് ആദ്യം എഴുതാം. ഫസ്റ്റത്തെ സിലിണ്ടറിൻ്റെ R1 തന്നിട്ടുണ്ട് 15, ഹൈറ്റ് തന്നിട്ടുണ്ട് H1 32, സെക്കൻഡ് സിലിണ്ടറിലെ റേഡിയസ് 20, ഹൈറ്റ് എത്രയാണ്? H2 ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയങ്ങൾ എന്തായിരിക്കും? ഈക്വലായിട്ട്. രണ്ടിൻ്റെയും വോളിയം എന്താവും? ഈക്വലാവും. അപ്പോൾ ഫസ്റ്റത്തെ വോളിയം കാണാൻ നിങ്ങൾക്ക് ജനറൽ ഇക്വേഷനാണ് പഠിച്ചു വെച്ചാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതേമാതിരി സെക്കൻഡിൻ്റെയും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ അതാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ വോളിയം കാണാനുള്ള ഇക്വേഷൻ πr²h ആണ്. പഠിക്കാത്തവർ അത് മനസ്സിൽ സൈഡിൽ എഴുതി വെക്കുക. എഴുതിയതിനു ശേഷം ഫസ്റ്റത്തെ വോളിയം πr1²h1. ഫസ്റ്റ് സിലിണ്ടറിൻ്റെ റേഡിയസ് R1ഉം H1 ആയതുകൊണ്ട് πr1²h1. സെക്കൻഡ് സിലിണ്ടറിൻ്റെ πr2²h2. ഇങ്ങനെ എഴുതി വെക്കുക. അതിൽ പൈ ക്യാൻസൽ ചെയ്ത് പോകും. R1ൻ്റെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന 15 കൊടുക്കാം. അപ്പോൾ R1² ആയതുകൊണ്ട് 15 × 15 എഴുതാം. R1² എന്ന് പറഞ്ഞാൽ 15 × 15 അല്ലെങ്കിൽ 15² ഈക്വൽ ഇൻറ്റു H1 എത്രയാണ്? 32. R2 നമുക്ക് തന്നിട്ടുണ്ട് 20 ആണ്. 20 × 20, 20² എന്ന് പറഞ്ഞാൽ 20 × 20. H2 ഹൈറ്റ് ആണ് കാണുന്നത്. അപ്പോൾ H2 കാണാൻ നിങ്ങൾ 15 × 15 × 32 മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? ഡിവൈഡ് എന്നാവും. ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്യാണ് ചെയ്യേണ്ടത്. 15ലും 20ലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 5 15ൽ എത്ര പ്രാവശ്യം പോകും? 3. 5 20ൽ 4 ആണ്. അതുപോലെ 50ൽ 5 എത്രയാണ്? 3 5s are 15 ആണ്. 20ലും 5 4 times ആണ്. അപ്പോൾ 4 വീണ്ടും നമുക്ക് ഇതിന് മുകളിൽ ക്യാൻസൽ ചെയ്യാം. 4 32ൽ എത്ര പ്രാവശ്യം പോകും? 8 ആണ്. 8 4s are 32 ആണ്. ഈ 4ഉം നമുക്ക് 8ൽ ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? 2. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് കിട്ടും. നിങ്ങൾക്ക് ഹൈറ്റ് കാണാൻ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 20 × 20 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സ്പീഡാക്കിയിട്ടുണ്ടെങ്കിൽ ക്യാൻസലേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. രണ്ടിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാണ് പോവാന്ന് നോക്കുക. 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഇതിൽ രണ്ടിലും ഉള്ളത്. അപ്പോൾ 5ൻ്റെ ടേബിൾ ചെല്ലിപ്പം 3 times ആണ്. 20ൽ 4 times ആണ്. അങ്ങനെ ഇത് എഴുതി വെക്കുക.
വീണ്ടും ഒരു 32 ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിലും 4ലും പോണ നമ്പർ 4 32 8 ടൈംസ് പോകും. അതവിടെ ക്യാൻസൽ ചെയ്താൽ വീണ്ടും 4 8ൽ 2 ആണ്. അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ വളരെ സ്പീഡിൽ ചെയ്ത് കഴിയും, ടൈം കുറയും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എന്താണോ തന്നത് അത് ഫിഗറിൽ വരച്ചിട്ട് മാർക്ക് ചെയ്യാം. എന്നതിന് ശേഷം മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ വോളിയം ഈക്വൽ ആണെന്ന് നോക്കാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ കാണാപ്പാടാൻ പഠിക്കാത്തവരാണെങ്കിൽ സൈഡിൽ എഴുതി നോക്കുക. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ πr² ആണ്, സർക്കിളിന് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഇക്വേഷൻ എഴുതാം. സൈഡിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ ആ വോളിയത്തിൽ കൊടുക്കുക πr1² h1, സെക്കൻഡിൻ്റെ πr2² h2. അങ്ങനെ അതിൽ നമുക്ക് തന്ന വാല്യൂസ് കൊടുത്തിട്ട് തരാത്ത വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ.